ദേശാഭിമാനി മുഖപ്രസംഗം 2025 ജൂൺ 3. ദുരന്തമുഖത്തെ വിവേചനത്തിന് ഉദാഹരണം വേറെ വേണോ? നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ പ്രധാനമാണ് ഫെഡറലിസം. സംസ്ഥാനങ്ങളുടെ യൂണിയൻ എന്ന നിലയിലാണ് ഇന്ത്യൻ റിപ്പബ്ലിക് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതായത് കേന്ദ്രത്തിന്റെ ശാഖകളല്ല സംസ്ഥാനങ്ങൾ. BJP സർക്കാർ 2014 അധികാരമേറ്റതു മുതൽ റിപ്പബ്ലിക്കിന്റെ ഫെഡറൽ സ്വഭാവം തകർക്കാൻ പല വഴിയിൽ ശ്രമം നടക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ സഹായം ലഭ്യമാക്കുന്നതിൽ മുതൽ വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ വിഷയങ്ങളിൽ വരെ പ്രതിപക്ഷ പാർട്ടികൾ നയിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ അനീതി നേരിടുന്നു. ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ ഏറ്റവും കടുത്ത കടന്നാക്രമണം നേരിടുന്ന സംസ്ഥാനമാണ് കേരളം. 2018 മഹാപ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കാൻ കേരളത്തിന് കേന്ദ്രം അനുമതി നിഷേധിച്ചു. കാലപ്പഴക്കം വന്ന ചട്ടങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വിദേശ ഫണ്ട് വാങ്ങുന്നത് രാജ്യത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന ന്യായവുമാണ് അന്ന് കേന്ദ്രം മുന്നോട്ട് വെച്ചത്. ഇപ്പോഴാകട്ടെ BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ സഹായം സ്വീകരിക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നു. രാഷ്ട്രീയ വിവേചനത്തിനും ഇരട്ട നീതിക്കും ഇതിൽ പരം ഉദാഹരണം ആവശ്യമുണ്ടോ? നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയമുണ്ടായ 2018 സംസ്ഥാനത്ത് 50,000 കോടിയിൽ പരം രൂപയുടെ നാശനഷ്ടമുണ്ടായി. 500ഓളം പേർ മരിക്കുകയും 15 ലക്ഷത്തോളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണി നേരിട്ടപ്പോൾ നാട്ടിലെ സർവ്വ മനുഷ്യരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. ദുരന്തത്തിന്റെ വൈപുല്യം പരിഗണിച്ച് വിദേശ മലയാളികളുടെ മുൻകൈയിൽ വിദേശത്തു നിന്ന് സഹായം സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്താൻ വൻതോതിൽ വിഭവങ്ങൾ വേണ്ടിവരും. ആഭ്യന്തരമായി സമാഹരിക്കുന്ന സമ്പത്ത് വഴി ആവശ്യങ്ങൾ നിറവേറ്റാൻ തികയാതെ വന്നേക്കാമെന്ന് ലോകത്തിന് ബോധ്യമുണ്ട്. UAE സർക്കാർ കേരളത്തിന് 700 കോടി രൂപ വാഗ്ദാനം ചെയ്തു. മാലദ്വീപ്, ഖത്തർ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളും വാഗ്ദാനം ചെയ്ത സഹായം സ്വീകരിക്കാൻ കേരളത്തെ കേന്ദ്രം അനുവദിച്ചില്ല. ദുരിതാശ്വാസ ഫണ്ട് സമാഹരിക്കാൻ മന്ത്രിതല സംഘങ്ങൾക്ക് വിദേശയാത്ര നടത്താൻ അനുമതിയും നിഷേധിച്ചു. 2001 ഭൂജ് ഭൂകമ്പത്തെ തുടർന്ന് ഗുജറാത്ത് വിദേശ സഹായം സ്വീകരിച്ചത് മറച്ചുപിടിച്ചാണ് കേന്ദ്രം കേരളത്തോട് കരുണയില്ലാതെ പെരുമാറിയത്. വിദേശ സഹായം വാങ്ങാൻ മഹാരാഷ്ട്രയ്ക്ക് കേന്ദ്രം അനുമതി നൽകിയത് സ്വാഗതാർഹമാണ്. 2010 വിദേശ സംഭാവന നിയന്ത്രണ നിയമപ്രകാരമാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് ഇതിനായി രജിസ്ട്രേഷൻ നൽകിയത്. എന്നാൽ BJP മുന്നണി ഭരണത്തിലുള്ള സംസ്ഥാനമായതുകൊണ്ടാണോ മഹാരാഷ്ട്രയ്ക്ക് കേന്ദ്രം ഈ സൗകര്യം നൽകിയതെന്ന ചോദ്യം വ്യാപകമായി ഉയരുകയാണ്. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് വിഹിതം നൽകുന്നതിലും സംസ്ഥാനങ്ങളെ പലതട്ടിൽ പരിഗണിക്കുന്നുവെന്ന പരാതി ശക്തമാണ്. രക്ഷാപ്രവർത്തനം നടത്തിയ സൈനിക ഹെലികോപ്റ്ററുകളുടെ വാടക പോലും കേരളത്തിനുള്ള ഫണ്ടിൽ നിന്ന് തട്ടിക്കിഴിച്ചു. BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് ദുരിതാശ്വാസ ഫണ്ട് യഥേഷ്ടം നൽകുകയും ചെയ്തു. വയനാട് ദുരന്ത നിവാരണ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 529 കോടി രൂപ കേരളത്തിന് വായ്പയായി അനുവദിച്ചത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. 45 ദിവസത്തിനകം ചെലവഴിച്ചു തീർക്കണമെന്ന നിബന്ധനയും കേന്ദ്രം വെച്ചു. അതേസമയം മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റായാണ് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പണം നൽകിയത്. കേരളത്തോട് അനീതികളുടെ പരമ്പര തുടരുകയാണ്. UDFും BJPയും മിക്കപ്പോഴും കേന്ദ്ര നിലപാടിന് പ്രോത്സാഹനം നൽകുന്ന പ്രതികരണങ്ങളാണ് നടത്തുന്നത്. LDF സർക്കാരിനോടുള്ള രാഷ്ട്രീയ എതിർപ്പ് കാരണം സംസ്ഥാനത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് കൂട്ടുനിൽക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. രാഷ്ട്രീയ വിഷയമായല്ല, ജനജീവിതം മെച്ചപ്പെട്ട നിലയിൽ സംരക്ഷിക്കുവാനുള്ള പ്രവർത്തനമായാണ് ദുരന്ത നിവാരണ നടപടികളെ എല്ലാവരും കാണേണ്ടത്.